1% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ BJP അധികാരത്തിൽ വന്നു. അതുപോലെ ഒന്നുമില്ലായിരുന്ന ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമായി. മറ്റൊരു കക്ഷിയുടെ കൂടെ നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന 3 സീറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഹരിയാനയിൽ BJP അധികാരത്തിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് BJP അഭ്യർത്ഥിക്കുന്നത് ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ വിജയിപ്പിക്കണമെന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, NDA അഭ്യർത്ഥിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യൻ നമ്മളോടൊപ്പം ചേരുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ പ്രചാരണത്തിൽ എന്ത് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്? ഞാനിവിടെ വന്നിട്ടിപ്പോൾ 2ാമത്തെ റൗണ്ട് പര്യടനം പൂർത്തിയാകുകയാണ്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയം എന്ന് പറയുന്ന വികസനമാണ്. വികസനത്തിനൊരു വോട്ട് എന്നാണ് കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങളോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം കാഞ്ഞിരപ്പള്ളിയിൽ വികസനമില്ല എന്നാണ് ജനങ്ങൾ എല്ലാ വീടുകളിലും എവിടെ ചെന്നാലും നമ്മളോട് പറയുന്നത്. ഇത് രാഷ്ട്രീയം പറയാത്ത ഒരു മണ്ഡലമാണ്. കാരണം അത് ജനങ്ങളെ വികസനത്തെപ്പറ്റി മാത്രമാണ് പറയുന്നത്. കുടിവെള്ളമില്ല പ്രധാനപ്പെട്ട പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ് കാഞ്ഞിരപ്പള്ളി. പക്ഷേ ഇവിടെ കുടിവെള്ളമില്ല. കേന്ദ്ര സർക്കാർ ജൽജീവൻ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ നടപ്പിലാക്കാതിരിക്കാമെന്ന് റിസർച്ച് നടത്തുന്ന ഒരു മണ്ഡലമായിട്ടാണ് തോന്നുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഒന്നത്. പിന്നെ അതുപോലെ തന്നെ ബൈപ്പാസ് നിങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ടാകും. അത് ജനങ്ങൾ പോയി നോക്കുകയും നിർവീർപ്പെടുകയും തിരിച്ചു പോരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. പിന്നെ അവർ വന്നിട്ട് ട്രാഫിക് ബ്ലോക്കിൽ മണിക്കൂറുകൾ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ പാലങ്ങൾ, റോഡുകൾ, മറ്റ് ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം തകർന്നിട്ട് സംവിധാനങ്ങളില്ല. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സ്കിൽ ട്രെയിനിങ്ങിനുള്ള സംവിധാനങ്ങളില്ല, സർക്കാരിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളില്ല. ഈ ആരോഗ്യരംഗം ആശുപത്രികളിൽ ഒന്നും തന്നെ ഒരു സംവിധാനങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഏത് രംഗത്തെപ്പറ്റി ചോദിച്ചാലും വികസനമില്ലാത്ത ഒരു മണ്ഡലമായിട്ടാണ് കാഞ്ഞിരപ്പള്ളിയെപ്പറ്റി ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വികസനത്തിനൊരു വോട്ട്. അതുപോലെ തന്നെ വികസനമാണ് വേണ്ടത്, വിവാദമല്ല എന്നുള്ളതാണ് കാഞ്ഞിരപ്പള്ളിയിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിലവിൽ MLA-മാരില്ലാത്ത സ്റ്റേറ്റാണ് BJPക്ക് കേരളം. അപ്പോൾ ഇത്തവണ വീണ്ടും അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം സീറ്റുകൾ BJP നേടുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, BJPയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 1% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ BJP അധികാരത്തിൽ വന്നു. അതുപോലെ ഒന്നുമില്ലായിരുന്ന ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമായി. മറ്റൊരു കക്ഷിയുടെ കൂടെ നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന 3 സീറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഹരിയാനയിൽ BJP അധികാരത്തിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് BJP അഭ്യർത്ഥിക്കുന്നത് ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ വിജയിപ്പിക്കണമെന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, NDA അഭ്യർത്ഥിക്കുന്നത്. എതിരാളികൾ പ്രത്യേകിച്ച് LDFും UDFും പ്രചാരണമായുധമാക്കുന്നത് കേന്ദ്രമന്ത്രി വന്ന് ഒരു MLA ആകാൻ നോക്കുന്നത് അത് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് രാഷ്ട്രീയത്തെ എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത്. ആ വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതല്ല, അവർ സ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഞാനൊരു മിഷനായിട്ട് ഇത് ആശയം തിരഞ്ഞെടുത്ത ആളാണ്. 14ാമത്തെ വയസ്സിൽ ആരും സമീപിക്കാതെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നതാണ്. JP മൂവ്മെൻറ്റിലൂടെ വന്നതാണ്. ഞാൻ JP സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആളാണ്. അതിനുശേഷം ജനസംഘവുമായിട്ട് ബന്ധപ്പെടുകയും അതിലൂടെ ജനതാ പാർട്ടി പിന്നെ BJPയിൽ വരികയും ചെയ്തതാണ്. അപ്പോൾ അത് സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ പ്രതിയോഗികളുടെ ഒരു രീതിയാണ് അവർ പറഞ്ഞത്. പക്ഷേ BJP എല്ലാ രാജ്യസഭാ മെമ്പർമാരും ഒരു മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും മത്സരിക്കണം എന്നാണ് നേരത്തെ തന്നെ തീരുമാനം. അതുകൊണ്ടാണ് 2021 തൃശ്ശൂരിൽ സുരേഷ് ഗോപി അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്നപ്പോൾ അദ്ദേഹം മത്സരിച്ചിരുന്നു. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട്, പലരും മത്സരിക്കുകയും അങ്ങനെ ആ രീതിയിലേക്കാണ് പോകുന്നത്. അത് BJPയുടെ ഒരു നയമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങളെ സമീപിക്കുന്നതിനും ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനും കൂടുതൽ സേവനം ചെയ്യുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ്. പിന്നെ സ്ഥാനത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്നവർ അങ്ങനെ പറയും, ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ അവസ്ഥ ഈ രീതിയിലായത്. ഒറ്റ വാക്കിൽ അവസാനമായി നമുക്ക് എടുത്തു കാണിക്കാൻ എന്തൊരു പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ ഈ MLA ആയാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങളോട് പറയാനുള്ളത് കാഞ്ഞിരപ്പള്ളി? അടിസ്ഥാന വികസന രംഗത്ത് കേരളത്തിലെ നമ്പർ 1 ആയിട്ട് ഈ മണ്ഡലം മാറ്റും. ഇതിലും വിജയാശംസകൾ. തീർച്ചയായും കാഞ്ഞിരപ്പള്ളിയിലെ വികസന മുരടിപ്പിനൊരു വോട്ട് എന്നതാണ് ജോർജ് കുര്യൻ മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാനത്ത് BJP വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ജോർജ് കുര്യൻ പങ്കുവെക്കുന്നത്.
കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.